Hi students, നമ്മൾ +1 ആദ്യത്തെ ക്ലാസ് ആണ് ഇത്. ഇൻസെപ്റ്റഡ് ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ആദ്യത്തെ ക്ലാസ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഈ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന ചാപ്റ്റർ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഫിസിക്സിൽ പഠിച്ച സബ്ജക്റ്റ് ആണ്, മീൻസ് ചാപ്റ്റർ ആണ്. ഓക്കെ, അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ചാപ്റ്റർ പേര് എന്താണ്? മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, നമുക്ക് ഫിസിക്സിനകത്ത് കംപ്ലീറ്റ് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ അല്ലെങ്കിൽ കൂടുതലും പഠിക്കാനുള്ളത് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഓക്കെ, എന്താണ് മെക്കാനിക്സ്? മോഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് ഇൻ മോഷൻ. ഓക്കെ, അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കൈനമാറ്റിക്സ് എന്നും ഡൈനാമിക്സ് എന്നും. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ? മെക്കാനിക്സ്. എന്തായിരുന്നു മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ? സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് ഇൻ മോഷൻ. എന്താണ്? സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് ഇൻ മോഷൻ. മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ പറ്റിയുള്ള സ്റ്റഡി അല്ലേ, അല്ലെങ്കിൽ ഒബ്ജക്ട്സിന്റെ മോഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ കൈനമാറ്റിക്സ്. എന്താണ് കൈനമാറ്റിക്സ്? ഓക്കെ, മോഷനെ പറ്റിയുള്ള സ്റ്റഡി തന്നെയാണ്, വിത്തൗട്ട് ഇറ്റ്സ് കോസ്. അതിന്റെ കോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, മോഷനെ പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞ പേരാണ് എന്ത്? കൈനമാറ്റിക്സ്. അപ്പം സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് ഇൻ മോഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോഴ്സും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് എന്ത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് കൈനമാറ്റിക്സ് ആണ്. അതിനകത്ത് എന്ത് മാത്രമേ പറയുന്നുള്ളൂ? ഒബ്ജക്ട്സിന്റെ മോഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിന്റെ റീസണിനെ പറ്റി അല്ലെങ്കിൽ അതിന്റെ കോസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡൈനാമിക്സ്? അപ്പൊ മെക്കാനിക്സിന്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ആണ് എന്ത്? ഡൈനാമിക്സ്. എന്തായിരിക്കും? കോസും കൂടെ ഡിസ്കസ് ചെയ്യുന്ന ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? ഡൈനാമിക്സ്. അപ്പം ഒബ്ജക്ട്സിന്റെ മോഷനും അതിന്റെ കോസും കൂടെ പറയുന്നുണ്ടെങ്കിൽ ഡൈനാമിക്സ്. ഒബ്ജക്റ്റിന്റെ മോഷൻ മാത്രമേ പറയുന്നുള്ളെങ്കിൽ കൈനമാറ്റിക്സ്. ഓക്കെ ആണല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പേര് തന്നെ എന്താണ്? മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, വൺ ഡയമെൻഷനുള്ള മോഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം എന്തറിയണം? അതിന് ചാപ്റ്റർ ഫസ്റ്റ് വേർഡ് അറിയണം അല്ലേ? മോഷൻ അറിയണം. മോഷനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തിനെ പറ്റി പറയണം? റെസ്റ്റിനെ പറ്റി പറയാതെ എന്തായാലും മോഷനെ പറ്റി പറയാൻ പറ്റത്തില്ലല്ലേ? എന്താ റെസ്റ്റ്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവസ്ഥ അല്ലേ? നമ്മളെല്ലാം പഠിക്കാതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നതല്ലേ നമുക്ക് ഇഷ്ടം അല്ലേ? അപ്പം വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് റെസ്റ്റ്. നമുക്കറിയാം. എങ്ങനെ ഡിഫൈൻ ചെയ്യും നമ്മളത്? an object is said to be in rest when its position doesn't change with respect to its surroundings. അതിന്റെ ചുറ്റുപാടിനെ അനുസരിച്ച് ഒരു ഒബ്ജക്റ്റ് അതിന്റെ ചുറ്റുപാടിനെ അനുസരിച്ച് പൊസിഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തിലാണ്? റെസ്റ്റിലാണ്. എക്സാമ്പിൾ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, അതാണ്ട് ഈ ബോർഡിൽ നിന്നുള്ള എൻ്റെ അകലം. ഓക്കെ, സമയം പോകുന്നുണ്ട്, ആ അകലം മാറുന്നുണ്ടോ? ഇല്ല. തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ, ഓക്കെ, തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിൽ നിന്നുള്ള എന്റെ അകലം മാറുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഞാൻ റെസ്റ്റിലാണെന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് റെസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്? എളുപ്പമല്ലേ? an object is said to be in rest when its position doesn't change with respect to its surroundings. Okay, അപ്പോൾ എന്താണ്? An object is said to be in rest when its position doesn't change with respect to its surroundings. ഒരു ഒബ്ജക്റ്റിന്റെ ചുറ്റുപാടുമുള്ള ഒബ്ജക്റ്റിൽ നിന്നുള്ള അകലം എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറയാം? അത് റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മോഷൻ? ചുറ്റുപാടുമുള്ള ഒബ്ജക്റ്റിൽ നിന്നുള്ള അകലം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? ആ ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ചെറിയൊരു മാറ്റം വന്ന എന്തായി? മോഷനായി. എന്താ മോഷൻ എന്ന് പറയുന്നത്? an object is said to be in motion when its position changes with respect to its surroundings. അതിന്റെ സറൗണ്ടിങ്സിൽ നിന്നും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്നൊന്നും പറയാം? അത് മോഷനിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം മോഷൻ? ഓക്കെ, എഴുതിയെടുത്തോണേ. an object is said to be in motion. an object is said to be in motion
when its position changes with respect to its surroundings. Okay, അപ്പൊ നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലായി അല്ലേ? എന്റെ ചുറ്റുപാടുമുള്ള ഒബ്ജക്റ്റിൽ നിന്ന് എന്റെ അകലം മാറുന്നുണ്ടെങ്കിൽ ഞാൻ മോഷനിലാണ്, മാറുന്നില്ലെങ്കിൽ എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പൊ റെസ്റ്റും മോഷനും എന്താണ്? അത് എന്താണ്? അടുത്തിരിക്കുന്ന ഒബ്ജക്റ്റുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്താണ് അത് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതെന്താണ്? ആനുപാതികമായിട്ട് ചേഞ്ച് ചെയ്യും. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഒരു ബസ്സിൽ പോവുകയാണ്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളും ഞാൻ തമ്മിലുള്ള അകലം എപ്പോഴെങ്കിലും മാറുന്നുണ്ടോ? പക്ഷേ ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ആളും ഹായ് പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ അകലം മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അയാളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിലാണ്? റെസ്റ്റിലാണ്. എന്നെ വെച്ച് നോക്കുമ്പോൾ അയാൾ എന്തിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, കമ്പയറബിൾ അല്ലേ? പക്ഷെ വെളിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നത്? വെളിയിൽ നിന്ന് നമുക്ക് ഹായ് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അയാളുടെ പൊസിഷനും നമ്മുടെ പൊസിഷനും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അയാളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്? മൂവ് ചെയ്യുകയാണ്. അപ്പം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പേഴ്സൺ വി ആർ മൂവിങ് ആൻഡ് അനദർ വൺ വി ആർ ഇൻ റെസ്റ്റ്. ഓക്കെ ആണല്ലേ? അപ്പം നമ്മൾ എന്താണ്? ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ വെച്ചിട്ട് നമ്മുടെ പൊസിഷൻ എന്താവാം? റെസ്റ്റും ആവാം, മോഷനും ആവാം. നമ്മളെല്ലാം ഒരിടത്ത് ഇരിക്കുകയാണ്, എന്ത് ചെയ്യാണ്? അപ്പൊ നമ്മൾ റെസ്റ്റിലാണെന്ന് പറയാം. അപ്പം പക്ഷേ അനദർ ഒരു പ്ലാനറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴോ നമ്മൾ എർത്ത് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിലാണ്? മോഷനാണ്. അപ്പൊ മോഷൻ എന്ന് പറയുന്നതും റെസ്റ്റ് എന്ന് പറയുന്നതും എന്താണ്? കമ്പയർ ചെയ്താണ് പറയുന്നത് അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് ഈ മോഷനെ ഈ മോഷനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ മോഷനെ ഇനി ക്ലാസിഫൈ ചെയ്യാം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 dimension, 2 dimension and 3 dimension. നോക്കാം. ഓക്കെ, ഇപ്പൊ മോഷനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 dimension, 2 dimension and 3 dimension motion. ഓക്കെ, മോഷനെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 dimension motion, 2 dimension motion and 3 dimension motion. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അത് റിലേറ്റീവ് ആണ്. എന്ത് ചെയ്യും? റിലേറ്റീവ് ആണ്, കമ്പയറബിൾ ആണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ച് നമ്മൾ റെസ്റ്റിലാണെങ്കിൽ വേറെ ഒബ്ജക്റ്റിനെ വെച്ച് നമ്മൾ എന്തിലായിരിക്കാം? മോഷനിലായിരിക്കാം അല്ലേ? നമ്മൾ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ബസ് മൂവിങ് ആണെങ്കിലും ആ പേഴ്സണെ വെച്ച് നമ്മളെ നോക്കുമ്പോൾ അകലം എന്ത് ചെയ്യുന്നില്ല? പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്തിലാണ്? റെസ്റ്റിലാണ്. സോ റിലേറ്റീവ് ടു ദാറ്റ് പേഴ്സൺ വി ആർ ഇൻ റെസ്റ്റ്. ഓക്കെ, വി ആർ റെസ്റ്റ്. ഓക്കെ, അപ്പം റെസ്റ്റും മോഷനും എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ അല്ല? അപ്പൊ മോഷൻ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. 1 dimension, 2 dimension and 3 dimension. എന്താണ് ഈ 1 dimension മോഷൻ എന്ന് പറയുന്നത്? നോക്കിയിടെ, വളരെ സിമ്പിൾ ആണ്. നോക്കി, എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും എന്ത് ചെയ്യുന്ന ബി എന്ന പൊസിഷനിലേക്ക് നിന്ന് ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ ആ മോഷനെ പറയുന്ന പേരാണെന്ത്? 1 dimension മോഷൻ. എക്സാമ്പിൾ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ എന്ത് ചെയ്യുന്ന ട്രെയിൻ മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡിലൂടെ എന്ത് ചെയ്യുന്ന ഒരു വാഹനം പോകുന്ന, ഒരു വണ്ടി പോകുന്ന, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടിയിട്ട് ഒരു ടോയിൻ അല്ലെങ്കിൽ ഒരു കയറിൽ കൂടി എന്ത് ചെയ്യുന്ന ഒരു ആൻഡ് ഇഴഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ഇഴഞ്ഞു പോകുന്നത്, അതെല്ലാം എന്താണ്? 1 dimension മോഷൻ. അപ്പൊ ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ ആ മോഷനെ പറയുന്ന പേരാണെന്ത്? 1 dimension മോഷൻ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇനി നോക്കിയേ, അപ്പൊ നോക്കിയേ, ഈ ഒബ്ജക്റ്റ് പോകുന്നത് ഒരു പ്ലെയിനിലാണ് ഇരിക്കട്ടെ. എന്താണ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? ഈ പ്ലെയിൻ ആണോ? അല്ല, എന്താണ്? ഒരു പ്രതലം. ഓക്കെ, എന്താണ്? ഒരു പ്രതലത്തിൽ കൂടിയാണ്. അതാണ് ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രതലമാണ് അല്ലെ? ഞാൻ എഴുതുമ്പോൾ എന്താണ്? ഈ പെന്നിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാ? ഈ പ്ലെയിനിൽ കൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഈ മാർക്കറിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് ഈ ബോഡി കൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിനിൽ കൂടി മാത്രമാണ്, അല്ലെങ്കിൽ ഈ പ്രതലത്തിൽ കൂടി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറിന്റെ ടിപ്പ് മൂവ് ചെയ്തത് എന്താണ്? ഒരു പ്ലെയിനിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ മോഷനെ പറഞ്ഞ പേരാണെന്ത്? 2 dimension motion. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ പറഞ്ഞ പേരാണ് 1 dimension. ഓക്കെ, അതിനെ പറഞ്ഞ വേറൊരു പേരാണെന്ത്? റെക്റ്റിലീനിയർ മോഷൻ. എന്താണ്? റെക്റ്റിലീനിയർ മോഷൻ. അപ്പൊ 1 dimension മോഷനെ തന്നെ പറയുന്ന വേറൊരു പേരാണെന്ത്? റെക്റ്റിലീനിയർ മോഷൻ. അപ്പൊ ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ 1 dimension മോഷൻ ആയിരിക്കത്തില്ല പറയുന്നത്, എന്താണ്? റെക്റ്റിലീനിയർ മോഷന് എക്സാമ്പിൾ പറയുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ റെക്ടിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വൺ ഡൈമെൻഷൻ മോഷൻ തന്നെയാണ്. എന്താണത്? ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് പാത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വൺ ഡൈമെൻഷൻ മോഷൻ. എക്സാമ്പിൾ നമുക്കറിയാല്ലേ. ഇനി ടു ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലെയിനിലൂടെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ടു ഡൈമെൻഷൻ മോഷൻ. എക്സാമ്പിൾ എന്താണ്? നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൾ പെന്നാണെങ്കിൽ പെന്നിന്റെ ടിപ്പ് നമ്മുടെ ബുക്കിലൂടെ പോകുന്നത് എന്താണ്? ടു ഡയമെൻഷൻ ആണ്. കാരണം ആ ഒരു പേപ്പറിൽ കൂടെ മാത്രമല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്തായി? ടു ഡയമെൻഷൻ മോഷനായി. നീ കാമായിട്ട് കിടക്കുന്ന ഒരു ലേക്ക് എന്ത് ചെയ്യുന്ന വലിയ ഓളങ്ങളൊന്നും ഇല്ലാതെ കാമായിട്ട് കിടക്കാന്ന് സങ്കല്പിക്കണം. അല്ലാതെ ലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഓളങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു? കാമായിട്ട് കിടക്കുന്ന ലേക്കാണ്, അവിടെ ഓളങ്ങളൊന്നുമില്ല. അതിനകത്തൂടെ എന്ത് ചെയ്യുന്ന ഒരു ബോട്ട് പോവുകയാണെങ്കിൽ, അവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാക്കാതെ ഒരു ബോട്ട് പോവുകയാണെങ്കിൽ എന്താണ്? ആ ഒരു പ്ലെയിനിൽ കൂടെ മാത്രമല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ടു ഡയമെൻഷൻ മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പ്ലെയിനിലൂടെയുള്ള മോഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഞാനൊരു കല്ല് എന്ത് ചെയ്യുന്നത്? ഒരു കര കെട്ടി ഇങ്ങനെ കറക്കുകയാണ്. അപ്പൊ ആ കല്ലിന്റെ മോഷൻ എന്തായിരിക്കും? ഈ ഒരു സർക്കുലർ പാതി കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്താൽ ആ പ്ലെയിനിൽ കൂടെ അല്ലേ ഇത് മൂവ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് സർക്കിൾ വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അത്? ടു ഡയമെൻഷൻ മോഷൻ ആയിരിക്കും. നമുക്കറിയാം സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഡയമെൻഷൻ ജോമെട്രി ആണ്. സോ അതെന്ത് മോഷനായി അന്നേരം? ഇപ്പൊ സർക്കുലർ മോഷൻ എന്തായി? ടു ഡയമെൻഷൻ മോഷനായി. അതുപോലെ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ടു ഡയമെൻഷൻ മോഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിനിൽ കൂടിയുള്ള മോഷനാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ടു ഡയമെൻഷൻ മോഷൻ. സ്ട്രെയിറ്റ് പാത്ത് ആണെങ്കിൽ വൺ ഡയമെൻഷൻ മോഷൻ, അല്ലെങ്കിൽ റെക്ടിലിനിയർ മോഷൻ. ഇനി സ്പേസിലൂടെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ത്രീ ഡയമെൻഷൻ മോഷൻ. നമ്മൾ സാധാരണ കാണുന്ന എല്ലാ മോഷൻസും അല്ലേ? നമ്മൾ ബോൾ എടുത്ത് എറിയുന്ന, അത് അവിടെ പോയി ഇടിച്ച് ഇവിടെ പോയി ഇടിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാണ്. മേലോട്ട് താഴോട്ട് പോകുന്നുണ്ട്, ലീനിയറി മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായി? ത്രീ ഡയമെൻഷൻ മോഷനായി. ഒരു പക്ഷി പറന്നു പോകുന്നു, നമ്മൾ വീട്ടിലോട്ട് ഓടിച്ചാടി സ്റ്റെപ്പൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. അതെല്ലാം എന്താണ്? സ്പേസിലുള്ള മോഷനാണ്. അപ്പൊ അതെല്ലാം എന്തായിരിക്കും? ത്രീ ഡയമെൻഷൻ മോഷൻ ആയിരിക്കും. എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? സ്ട്രെയിറ്റ് പാത്ത് ആണെങ്കിൽ വൺ ഡയമെൻഷൻ, ഒരു പ്ലെയിനിലാണെങ്കിൽ ടു ഡയമെൻഷൻ, സ്പേസിലുള്ള മോഷൻ ആണെങ്കിൽ ത്രീ ഡയമെൻഷൻ മോഷൻ. എക്സാമ്പിൾ പെട്ടെന്ന് അറിയാമല്ലോ. ഇപ്പൊ എക്സാമ്പിൾ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇത് എന്ത് ടൈപ്പ് മോഷൻ ആണെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമല്ലേ? വരുന്നില്ലേ? ഈസി ആയിട്ട് വരുന്നില്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഈ വൺ ഡയമെൻഷൻ മോഷനെയും ടു ഡയമെൻഷൻ മോഷനെയും ത്രീ ഡയമെൻഷൻ മോഷനെയും വേറെ രീതിയിൽ കൂടെ എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം. ഒന്ന് നോക്കിയേ, അതൊന്ന് അറിഞ്ഞാൽ മതി. നമുക്ക് ഇത്രയുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് ഏത് ടൈപ്പ് മോഷനാണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻസ് ആയിട്ട് കാര്യമായിട്ടൊന്നും അധികം ചോദിക്കത്തില്ല, ഈ എക്സാമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. എങ്കിലും നമ്മൾ ഡീപ്പായിട്ട് കുറച്ചുകൂടെ അറിഞ്ഞിരിക്കുക. നോക്കിയേ, ഇവിടെ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിൽ ഒരു കയർ കെട്ടിയിട്ടുണ്ട്. ഈ കയറ് കൂടെ ഒരു ഉറുമ്പഴഞ്ഞു പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ ഉറുമ്പ് ഇവിടെ ആയിരുന്നത്. അപ്പൊ നോക്കിയേ, ഞാൻ പറയുന്നത് ഈ കെട്ടിയിട്ടേക്കുന്നിടത്ത് നിന്നും 5 സെന്റിമീറ്റർ ഇപ്പുറത്തുന്നുണ്ട് ആ ഉറുമ്പിന്റെ പൊസിഷൻ ഇവിടെ ഉണ്ട്, അഥവാ ആ ഉറുമ്പ് അവിടെ ആണ് ഇരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്ത്? ഉറുമ്പ് ഇവിടം വരെ എത്തി. ഇവിടം തൊട്ട് കെട്ടിയത് തൊട്ട് ഇവിടം വരെ എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമ്മൾ എന്ത് പറയും? ഉറുമ്പിന്റെ പൊസിഷൻ എന്താണ്? ആ കെട്ടിട്ടേക്കുന്നിടത്ത് നിന്ന് 10 സെന്റിമീറ്റർ അപ്പുറത്താണ് ഉറുമ്പ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വന്നു ആ ഉറുമ്പിന്റെ പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ? ഒരേ ഒരു ക്വാണ്ടിറ്റി അല്ലേ? ആ കെട്ടിയിട്ടേക്കുന്ന പൊസിഷനിൽ നിന്നും അതിപ്പോ ഇരിക്കുന്ന പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് മാത്രം, അല്ലെങ്കിൽ ആ ഒരു അകലം മാത്രം പറയാൻ മതി അല്ലേ? നമുക്ക് ആ ഉറുമ്പിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താ? ആ ഉറുമ്പ് എന്തിൽ കൂടെ മാത്രം പോകുന്ന? ആ കയറിൽ കൂടെ മാത്രം പോകുന്ന. ആര് തട്ടി താഴെ ഇട്ടില്ലേ? തട്ടി താഴെ ഇടുന്ന കേസ് ഒന്നും ചോദിക്കരുത്. ഇതെന്താണ്? കണ്ടിന്യൂസ് ആ ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടെ മാത്രമാണ് പോകുന്നത്, ആ കയറിൽ കൂടെ മാത്രമാണ് പോകുന്നതെങ്കിൽ എന്താണ്? വൺ ഡയമെൻഷൻ മോഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പൊസിഷൻ പറയാൻ എത്ര ക്വാണ്ടിറ്റി മതി? ഒരേ ഒരു ക്വാണ്ടിറ്റി മതി, അല്ലെങ്കിൽ ഒരേ ഒരു ഡയമെൻഷൻ മതി. ഒരേ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരേ ഒരു ഡയമെൻഷൻ മതി അതിന്റെ പൊസിഷൻ പറയാൻ. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഡയമെൻഷൻ മാത്രം മതിയെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ആ ഒബ്ജക്റ്റ് വൺ ഡയമെൻഷൻ മോഷനിലാണെന്ന് പറയും. ഇനി നോക്കിയേ, ഇനി നമ്മൾ എന്ത് ചെയ്ത്? ഇത് മാറ്റി നമ്മളൊരു ബോർഡ് എടുത്ത് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ എടുത്ത്. ഓക്കെ, ഇനി നമ്മൾ ആ കെട്ടിട്ട പൊസിഷനെ പറയുന്ന പേരാണ് ഒറിജിൻ. ഓക്കെ, നമ്മൾ ആ കെട്ട് വന്നില്ലേ? ആ എ എന്ന് പറഞ്ഞ പൊസിഷൻ കെട്ടിട്ടുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഒറിജിൻ. നമുക്കിപ്പോ ബോർഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോർണറിൽ നമുക്ക് എന്താ എടുക്കാം? ഒറിജിൻ ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലേ? ഇതാണ് ആദ്യം ഇവിടെ ആയിരുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഒരു കാറിവിടെ വെച്ച് ഓടിച്ച് കളിക്കുകയാണ്. ഈ ബോഡി കൂടെ എന്ത് ചെയ്യാണ്? ഒരു കാർ ഓടിച്ച് കളിക്കുകയാണ്. ആദ്യം ഇവിടെ ആയിരുന്നു ഇരുന്നത്, ടോയ് കാറാണ്, ഇവിടെ ആണ് ഇരുന്നത്. അപ്പൊ നോക്കിയേ, നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ പൊസിഷൻ കണ്ടുപിടിക്കാൻ അറിയാം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും വെച്ചിട്ടാണ് അല്ലേ? നോക്കിയേ, ഈ വൈ ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഇത്രയും ഡിസ്റ്റൻസ് അല്ലെ? വൈ ആക്സിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ് അല്ലെ? വൈ ആക്സിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ്. അതിനെ പറഞ്ഞ പേരാണ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, ഇനി എക്സ് ആക്സിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ്, അതിനെ പറയുന്ന പേരാണ് വൈ കോർഡിനേറ്റ്.
ഓക്കെ, അപ്പൊ എക്സും വേണം വൈയും വേണം എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റൂ, ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ പറ്റൂ. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ഈ ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ വൈ ആക്സിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഇവിടെ എവിടെ വേണമെങ്കിലും ആവാം അല്ലേ, ഇവിടെ ആവാം, ഇവിടെ ആവാം, ഇവിടെ ആവാം. ഈ ആക്സിന് ഇത്രയും ഡിസ്റ്റൻസ് എവിടെ വേണേലും ആവാം. അതായത് ഒരു 2 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, വൈ ആക്സിൽ നിന്ന് 2 സെന്റിമീറ്റർ ഇപ്പുറത്താണ് ഒബ്ജക്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ, പോരാ. 2 സെന്റിമീറ്റർ ഇപ്പുറത്ത് എന്തുണ്ട്, ഈ വൈ ആക്സിൽ നിന്ന് 2 സെന്റിമീറ്റർ ആണ് ഇവിടെ, വൈ ആക്സിൽ നിന്ന് 2 സെന്റിമീറ്റർ ഉള്ള പോയിന്റ് ആണ് ഇത്, വൈ ആക്സിൽ നിന്ന് 2 സെന്റിമീറ്റർ ഉള്ള പോയിന്റ് ആണ് ഇതും. ഈ പോയിന്റുകളെല്ലാം, ഈ ലൈനിലുള്ള പോയിന്റുകളെല്ലാം വൈ ആക്സിൽ നിന്നും 2 സെന്റിമീറ്റർ അപ്പുറത്തുള്ള പൊസിഷൻ ആണ്. അത് മാത്രം പറഞ്ഞാൽ അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആവുമോ, കൃത്യമായിട്ട് ഈ പൊസിഷൻ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ് ആക്സിൽ നിന്നും കൂടെ ഉള്ള ഡിസ്റ്റൻസ് പറയണം. നമുക്കറിയാം ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ എക്സ് കോർഡിനേറ്റും വേണം വൈ കോർഡിനേറ്റും വേണം, അതായത് 2 കോർഡിനേറ്റ്സ് വേണം. പ്ലെയിനിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം, പൊസിഷൻ കാണിക്കാൻ 2 കോർഡിനേറ്റ് വേണം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, അഥവാ 2 ഡയമെൻഷൻ വേണം, എക്സും വൈയും. ഓക്കെ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കാൻ 2 ഡയമെൻഷൻ ആവശ്യമാണെങ്കിൽ പറഞ്ഞ പേരാണ് 2 ഡയമെൻഷണൽ മോഷൻ. ഇനി സ്പേസ് ആണെങ്കിലോ, ഓക്കെ, നമുക്ക് ഇത് മാറ്റി എന്ത് വെക്കണം, ഒരു സ്പേസ് ആണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വരും, എക്സ് ആക്സിസ് വരും, വൈ ആക്സിസ് വരും, ഇസഡ് വരും അല്ലെ, എക്സ് വരും, വൈ വരും, ഇസഡ് വരും. ഓക്കെ, അങ്ങനെ നോക്കി എക്സ് ഇസഡ് പ്ലെയിൻ ഉണ്ട്. ഇതാണ് ഈ പ്ലെയിൻ, എന്താണ്, എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. ഈ പ്ലെയിൻ എന്താണ്, എക്സ് വൈ പ്ലെയിൻ ആണ്. ഇതെന്താണ്, എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. ഓക്കെ ആണല്ലേ, എക്സ് ഇസഡ് പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ, വൈ ഇസഡ് പ്ലെയിൻ. ഓക്കെ, അപ്പൊ 3 പ്ലെയിൻ വരുന്നുണ്ട്. ഓക്കെ ആണല്ലേ, നിങ്ങളുടെ ഒരു റൂം നോക്കിയാൽ മതി. അപ്പൊ നോക്കി ആ കോർണർ ആണ് നമ്മുടെ ഒറിജിൻ. അപ്പൊ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. അപ്പൊ 3 പ്ലെയിൻ ആയി അല്ലെ, എക്സ് ഇസഡ് പ്ലെയിൻ ഉണ്ട്, എക്സ് വൈ പ്ലെയിൻ ഉണ്ട്, വൈ ഇസഡ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ ആണല്ലേ, അപ്പൊ ഈ 3 പ്ലെയിനിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് എന്ത് പറയാൻ പറ്റൂ, ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താഴെ ഫ്ലോറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം, ഈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം, അടുത്ത ഒരു പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വേണം. അങ്ങനെ 3 പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അതിന്റെ പൊസിഷൻ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലേ? നോക്കിയേ, അടുത്തൊരു കോൺസെപ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റും ട്രാവൽ ചെയ്ത പൊസിഷൻ തമ്മിൽ, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് ഒക്കെ തമ്മിൽ, അല്ലെങ്കിൽ ആ ഒരു പാത്തിന്റെ ലെങ്ത് ഒക്കെ തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചിട്ട് പുതിയൊരു ടേം നമ്മൾ പഠിക്കുന്നുണ്ട്, പോയിന്റ് ഒബ്ജക്റ്റ്. എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ്? വളരെ എളുപ്പമാണ്, പേര് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. പോയിന്റ് ഒബ്ജക്റ്റ് എന്താണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? നോക്കിയേ, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ സൈസ് കമ്പയറബിൾ അല്ലെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമുക്കൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരത്തെ ഞാൻ ടോയ് കാർ എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന, ബസ് എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഉറുമ്പ് എന്ത് ചെയ്യുന്ന എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നോക്കുമ്പോൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്, ആ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്, അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഒബ്ജക്റ്റ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് കൊല്ലം വരെ പോകുന്നു. നോക്കി, ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഇത് എന്റെ വീടാണ്, എ എന്ന് പറയുന്നത് എന്റെ വീടാണ്. ഇവിടുന്ന് എന്ത് ചെയ്ത് അങ്ങ് കൊല്ലത്ത് വരെ പോകുന്നു, എന്ത് ചെയ്യുന്നത്, കൊല്ലം. ഓക്കെ, കൊല്ലത്ത് വരെ പോകുന്നു. ഓക്കെ, അപ്പൊ ആ കൊല്ലം വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എന്റെ വണ്ടി വളരെ ചെറുതല്ലേ? ആ കിലോമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ എന്റെ വണ്ടി വളരെ ചെറുതല്ലേ? അപ്പൊ വണ്ടി നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം അല്ലേ, ഇതാണ് എന്റെ വണ്ടി, ഇവിടുന്ന് ഇവിടെ വരെ പോകുന്നത് കൊല്ലം വരെയുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിനെ പറയുന്ന പേരാണ്, ഈ ഒരു കോൺസെപ്റ്റോട് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ്, അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ആ ഒബ്ജക്റ്റ് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, അതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി മോശമായിട്ട് വരുന്ന അടുത്ത ടേംസ് എന്ന് പറയുന്നത്, ഈ ടേംസ് എല്ലാം കൃത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്ത ടേംസ് എന്ന് പറയുന്നത് നോക്കിയേ, ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ്? ഒരു ഒബ്ജക്റ്റ് എ മുതൽ ബി വരെ ട്രാവൽ ചെയ്തു. അപ്പൊ എ തൊട്ട് ബി വരെ അത് ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്തിനെ പറയുന്ന പേരാണെന്ത്, ഡിസ്റ്റൻസ്. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത്. ടോട്ടൽ പാത്ത് ലെങ്ത് covered by an object. ഓക്കെ ആണല്ലേ? എന്താണ് ഡിസ്റ്റൻസ്? ഇസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. എ തൊട്ട് ബി വരെ ആ ഒബ്ജക്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാത്തിന്റെ ലെങ്തിനെ പറഞ്ഞ പേരാണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ഓഡോമീറ്റർ. വണ്ടിക്കകത്ത് ബൈക്കിനകത്ത് കണ്ടിട്ടില്ലേ, റൗണ്ടിന് ഡിജിറ്റ് എഴുതി കാണിക്കുമല്ലേ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ വണ്ടി, എത്ര കിലോമീറ്റർ ഓടിയതാന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് എന്ത്, ഓഡോമീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, ഓഡോമീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്,
ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട്. ഈ ഒബ്ജക്ട് ഇവിടെ കൂടി ഇങ്ങനെയാണ് പോയതെങ്കിലോ പാത്തിന്റെ ലെങ്ത് കൂടിയില്ലേ, ഡിസ്റ്റൻസ് കൂടിയില്ലേ. അപ്പം അത്രയും പാത്തിന്റെ ലെങ്ത് ആണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആ പാത്ത് മാറുന്നതനുസരിച്ച് പാത്തിന്റെ ലെങ്തും മാറും, ഡിസ്റ്റൻസും മാറും. ഓക്കെ ആണോ? ക്ലിയർ ആണോടെ? ഇനി എന്ത് ഡിസ്റ്റൻസ് എന്ത് യൂണിറ്റ് വെച്ചാണ് പറയുന്നത്? നമ്മൾ എത്ര വെച്ചാൽ ഇത്ര കിലോഗ്രാം ഇത്ര മീറ്റർ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടാണോ ഡിസ്റ്റൻസ് പറയുന്നത്? അല്ല, നമുക്കറിയാം ലെങ്ത് ആണ്, പാത്ത് ലെങ്ത് ആണ്. ലെങ്ത് എന്താ? മീറ്റർ. അപ്പം SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, എന്താണ്? മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലേ? ഇനി ഈ ക്വാണ്ടിറ്റി എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഞാൻ ഇവിടുന്ന് കൊല്ലത്തോട്ട് പോയി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത്, വടക്കോട്ട് ഇത്ര കിലോമീറ്റർ പോയി, തെക്കോട്ട് ഇത്ര കിലോമീറ്റർ, അങ്ങനെയാണോ അവിടെ? അല്ല, ഇവിടം തൊട്ട് ഇത്ര കിലോമീറ്റർ ആണ്, കൊല്ലം വരെ ഇത്ര കിലോമീറ്റർ ആണെന്ന് പറയത്തുള്ളൂ. വല്ല ഡയറക്ഷനും പറയണോ? വേണ്ട. അപ്പൊ എന്ത് വേണ്ട? ഡയറക്ഷൻ ഒന്നും വേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷൻ വേണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്ത് വിളിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്ത് മതി? മാഗ്നിറ്റ്യൂഡ് മതി, ഡയറക്ഷൻ ഒന്നും വേണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി. സോ ഡിസ്റ്റൻസ് എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? നമ്മൾ എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ 8 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. സോ 10 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡും ഒരു യൂണിറ്റും മാത്രമേ വരൂ, ഡയറക്ഷൻ എന്തായാലും വരുമോ? ഇല്ല, ഒരു ഡയറക്ഷനും കാണിക്കണ്ട. അപ്പൊ എന്ത് ക്വാണ്ടിറ്റിയാ? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നോട്ട്സ് എഴുതി, കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പഠിച്ച് എനിക്ക് അയച്ചു തരണം. നോട്ട്സ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എനിക്ക് കൃത്യമായിട്ട് അത് നോട്ട്സ് ഇന്ന് തന്നെ എഴുതി പഠിച്ച് എനിക്ക് അയച്ചു തരണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.